കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. പ്രിയരെ, തിരുവചനമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിൽ വരുവാൻ കർത്താവ് എനിക്ക് ഒരുക്കി തന്ന മഹൽ ഭാഗ്യത്തിന് എന്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളോടുന്ന പകരം എന്റെ ഉള്ളിൽ തന്നത് നാം അറിഞ്ഞ രക്ഷയെ മറ്റുള്ളവരോട് അറിയിക്കുക എന്നതാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ശമരിയ സ്ത്രീ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 3-ാം വാക്യവും പഠിക്കുമ്പോൾ യേശു ദാഹിച്ചിട്ട് അവിടെ ഒരു കിണറിനരികിൽ ഇരുന്നു. ശമരിയിൽ നിന്നൊരു സ്ത്രീ വെള്ളം കോരുവാൻ കിണറിനരികിൽ വന്നു. അപ്പോൾ യേശു സ്ത്രീയോട് ചോദിച്ചു, എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരുമോ എന്ന്. സ്ത്രീ യേശുവിനോട്, നീ യഹൂദനും ഞാൻ ശമരിയ സ്ത്രീയുമായിരിക്കെ നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് ആർ എന്ന് നീ അറിഞ്ഞിരുന്നുണ്ട്. അവൻ നിനക്ക് ജീവജലം തരികയും ഞാൻ തരുന്ന വെള്ളം ഒരു നാളും ദാഹിക്കുകയും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീ യേശുവിനോട്, ഞാൻ ഇവിടത്തോളം വരാതെ ഇരിക്കേണ്ടതിനും എനിക്ക് ദാഹിക്കാതെ ഇരിക്കേണ്ടതിനും ആ വെള്ളം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. യേശു അവളോട്, നീ വീട്ടിൽ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. സ്ത്രീ യേശുവിനോട്, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. യേശു സ്ത്രീയോട്, നീ പറഞ്ഞ സത്യം. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞു. സ്ത്രീ തന്നോട് സംസാരിക്കുന്നത് ആർ എന്ന് അവളുടെ ഉള്ളിൽ ഗ്രഹിച്ചു. താൻ ഒരു പ്രവാചകൻ എന്നവൾ ഗ്രഹിച്ചിട്ട് താൻ വെള്ളം കോരുവാൻ കൊണ്ടുവന്ന പാത്രം അവിടെ വെച്ചിട്ട് തന്റെ പട്ടണമായ ശമരിയിൽ ചെന്ന്, ഞാൻ ചെയ്ത പ്രവൃത്തികളൊക്കെ എന്നോട് അറിയിച്ച ഒരുവനെ വന്ന് കാൺമീൻ എന്ന് തന്റെ ചാർച്ചക്കാരും ബന്ധുമിത്രാദികളും ദേശക്കാരും പരിസരവാസികളോടൊക്കെ പറഞ്ഞത് മുഖാന്തരം അവൾ പറഞ്ഞത് കേട്ട് ശമരിയിൽ നിന്നൊരു സമൂഹം യേശുവിന്റെ അടുക്കൽ വരികയും അവർ യേശുവിനെ രക്ഷകനെ സ്വീകരിക്കുകയും ചെയ്തു. കർത്താവ് എന്താ പറഞ്ഞത്? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൽ 8-ാം വാക്യം നാം ഇപ്രകാരം പഠിക്കുന്നു. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ തന്റെ ശിഷ്യഗണത്തെ നോക്കിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമര്യയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികൾ ആകുമെന്ന്. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും എത്ര പേരാണ് കർത്താവ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് യെരുശലേമിൽ സാക്ഷിയായത്? യെരുശലേം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ദേശമാണ്. നമ്മുടെ സ്വന്തം ദേശത്തിൽ നാം സാക്ഷിയാകുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? നമ്മെ ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷിയെ കൊണ്ടുപോകുന്നു. അതാണ് ഈ ശമരിയ സ്ത്രീ ഇവിടെ ചെയ്തത്. അവൾ യേശുവിനെ കണ്ട മാത്രയിൽ തന്നെ തന്റെ സ്വന്തം പട്ടണമായ ശമരിയയിൽ ചെന്ന് അവൾ സാക്ഷിയായി ആ ദേശത്തിലുള്ളവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതൊരു ഉത്തമ ഉദാഹരണമാണ് വേദപുസ്തകത്തിലെ ഉപമയായി യേശു പറയുന്നത്. താലന്തുകൾ, ഒരുത്തന് 5 ലഭിച്ചു, ഒരുത്തന് 2 ലഭിച്ചു, ഒരുത്തന് 1 ലഭിച്ചു. 5 ലഭിച്ചവൻ 5 കൂടെ നേടി, 2 ലഭിച്ചവൻ 2 കൂടെ നേടി, 1 ലഭിച്ചവന് അതിനെ കൊണ്ട് കുഴിച്ചിട്ടു. ഈ ശമരിയ സ്ത്രീ എന്തോ 5 ലഭിച്ചത് 5 കൂടെ നേടിയ ഒരു സ്ത്രീയാണ്. അതുപോലെയാണോ നാം? അതോ എന്നെ കേൾക്കുന്ന നാം ഓരോരുത്തരും ഈ ദൈവം നമുക്ക് തന്ന താലത്ത് കുഴിച്ചിട്ടിരിക്കുകയാണോ? അതോ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് നാം പറയുന്നവരാണോ? കർത്താവ് പറഞ്ഞ കൽപ്പന നാം സ്വീകരിക്കുന്നുണ്ടോ? കർത്താവ് വരുവാൻ എന്തുകൊണ്ട് താമസിക്കുന്നു? ഇനിയും സുവിശേഷം എത്തിക്കേണ്ട അനേക സ്ഥലങ്ങളുണ്ട്. നാമാണ് അതിന് ഉത്തരവാദികൾ. നാം സുവിശേഷം അറിയിക്കുന്നുണ്ടോ? നാം അറിഞ്ഞ രക്ഷയെ മറ്റുള്ളവരോട് അറിയിക്കുന്നുണ്ട്. നമ്മുടെ പരിസരത്ത് ദൈവത്തറിയത്ത് എത്രയോ പേരുണ്ട്, എത്രയോ മാരകമായ രോഗികളുണ്ട്. നമ്മെ ഓരോരുത്തരെയും കർത്താവ് എത്രമാത്രമാണ് രോഗത്തിൽ നിന്ന് വിടിയിച്ചത്. എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ലതാണോ എന്ന് അറിയിച്ചത് യേശുവിന്റെ സമാധാനം നാം അനുഭവിച്ചിട്ട് സമാധാനമില്ലാത്തവരെടുത്ത് നാം യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ടോ? ആ സമാധാനത്തെ കുറിച്ച് നാം പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ആ യേശുവിനെ കുറിച്ച് പറയണം. കർത്താവിന്റെ കൽപ്പനയാകുന്നത്. ഈ ഭൂമിയിൽ വന്ന് 33.5 തിരുവയസ്സ് വരെ കർത്താവ് പങ്കപാടുകളേറ്റ് അവസാന തുള്ളി രക്തം വരെ നമുക്ക് തന്നു പോകുന്ന സമയത്താണ് കർത്താവ് പറഞ്ഞ കൽപ്പന, ഭൂമിയിടത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകണം, നാം ആകണം. റോമർക്ക് എഴുതിയ ലേഖനം 10-ന്റെ 17-ാം വാക്യം ഇപ്രകാരം പറഞ്ഞു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നാം അറിഞ്ഞ വിശ്വാസം മറ്റുള്ളവരെ കേൾപ്പിച്ചാലാണ് അവർ വിശ്വസിക്കുന്നത്. അതിനാൽ ആ വിശ്വാസം നാം മറ്റുള്ളവരെ അറിയിക്കണം. അത് നാം ബാധ്യസ്ഥരാണ്. വേദപുസ്തകത്തിൽ പല അപ്പോസ്തലന്മാരെ നമുക്ക് കാണാൻ കഴിയും. അവരറിഞ്ഞ രക്ഷ മറ്റുള്ളവരെ അറിയിച്ചത് മുഖാന്തരമാണ് കർത്താവിന്റെ സന്നിധി പറഞ്ഞത്. ഈ വാക്കുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ
വാക്കുകൾക്ക് വിരാമം നൽകുന്നു. ആമേൻ.